CPM പിണറായി ആയിക്കോട്ടെ, ഞാനത് ക്ലിയർ ചെയ്തു. CPM വേണ്ടി സംസാരിക്കുന്നതിൽ കൂടുതൽ ഈഴവ പക്ഷത്തുള്ളതാണ്. ഇത് താങ്കൾ ഉപയോഗിച്ച വാക്കാണോ മാജി? ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അല്ല, അതിനകത്ത് എന്തിനാണ് ഈഴവ ജാതി വെറിയന്മാരാണെന്ന് കൂടെ വേണമെങ്കിൽ ചേർത്ത് വെച്ച് പറയാം. കാരണം ഇവിടെ ആദിവാസികളും മതസ്ഥിരമായിട്ടുള്ള എല്ലാ വിഭാഗവും ഉള്ളടക്കിയ മലയാളി എന്നതിനെ ഒരു ജാതിയുടെ രാഷ്ട്രീയമായി കൊണ്ടെത്തിച്ചതിൽ കമ്മ്യൂണിസത്തിന് വലിയ പങ്കുണ്ടെന്നാ പറഞ്ഞത്. അതെ കുറച്ചുകൂടെ വ്യക്തമായി പറയാം ഇനി വേണമെങ്കിൽ. അല്ല, അത് വ്യക്തമായിട്ടല്ല താങ്കൾ പറഞ്ഞത്. ആദ്യത്തെ സമയത്ത് പറഞ്ഞത് ഇതാണ്, അതായത് CPM വേണ്ടി സംസാരിക്കുന്നതിൽ കൂടുതൽ ഈഴവ പക്ഷത്തുള്ളവരാണ്. അപ്പൊ അത് എന്താണെന്നുള്ളത് താങ്കൾ തന്നെ മനസ്സിലാക്കുക. ബാക്കി താഴെ ഇരിക്കുന്നവർക്കൊക്കെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കി. അതായത് ഖാലിക്കിനും അഷ്റഫിനും മാജിക്കും ഒരേ സൗണ്ടാന്ന് പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വെക്കുന്ന വാദം ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളും. ഇവിടെ ഈ പറയുന്ന ഒരേ വാദം, അതിനിടയ്ക്ക് താങ്കൾ പറഞ്ഞ ഒരു വേടി മാത്രമേ എനിക്ക് ഇതുള്ളൂ. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും BJPക്കാരെക്കാളും കുറച്ചും കൂടി മിച്ചം കോൺഗ്രസ് ആണ്. ഈ ഒരു നിലപാടിലേക്ക് താങ്കൾ എത്തണം. അതായത് നിഷ്പക്ഷത ചമഞ്ഞ് നടക്കുന്ന പലരും ഈ പറയുന്ന പതിയെ നമ്മുടെ PM ഷാജി ആണെങ്കിൽ, PM ഷാജാണ് ക്ലബ് ഹൗസിൽ ഇതിന് തുടക്കമിട്ടത്. അതിനുശേഷം കൊണ്ടേത്ത് ബഷീർ, ഇങ്ങനെ പലരും ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്നിട്ട് പതുക്കെ PV അൻവറിനെ പോലെ പതുക്കെ സ്വന്തം അജണ്ട ഇവിടെ നടപ്പാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ പതിയെ കൂടുതൽ മെച്ചം കോൺഗ്രസ് ആണ് എന്നുള്ളൊരു നിലപാടിലേക്ക്, കൂടുതൽ മെച്ചം UDF ആണെന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നത് ഞങ്ങൾ പരസ്യമായിട്ട് പതിയെ അല്ല, വളരെ സ്പീഡിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനിപ്പം ആവേഗം അതിൻ്റെ കൂടിയിട്ടുണ്ട്. മുൻപ് PM ഷാജി വന്നു, കുറേ നാളുകൾക്ക് ശേഷം കൊണ്ടേത്ത് ബഷീർ പോയെങ്കിൽ ഇപ്പോൾ ദിനം പ്രതിയാണ് ഇത്തരം ആശയക്കാർ. CPM അല്ല യഥാർത്ഥ നമ്മുടെ പാർട്ടി, അത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നത്. കുറച്ചുകൂടി മെച്ചം കോൺഗ്രസ് എന്ന് പറയുന്നതിന് ഒരു വീണ്ടും നെറ്റ്വർക്ക് പ്രശ്നം. മറ്റേ BJP പറയുന്ന വർഗീയതയെക്കാളും നല്ലത് CPM പറയുന്ന വർഗീയത ആയതുകൊണ്ടാണോ റോബിൻ സാർ ഇപ്പൊ CPM കാരനായിട്ട് അവതരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. കാരണം നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ പണ്ട് BJPക്കാര് ഇതുവരെ CPM വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഒരു BJP അനുഭാവിയായിട്ട് തന്നെയാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ രണ്ടുപേരുടെയും ഭാഷ ഒന്നാണെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു RSSന്റെ ഭാഷയോ AK ബാലന്റെ ഭാഷയോ ഒരേ സെയിം ആണ്. അപ്പൊ അത് രണ്ടും ഒരുപോലെ ആവുമ്പോൾ അങ്ങനെ തോന്നിപ്പോയേക്കാം, പക്ഷെ അങ്ങനെ അല്ല. ഒരിക്കലുമല്ല. കാരണം ഈ പറയുന്ന CPM നഖശികാന്തം ഞങ്ങൾ എതിർത്തിരിക്കുന്നതാണ്. എന്ന് വെച്ച് പിണറായി വിജയൻ ചെയ്ത പല പ്രവർത്തികളും, അതാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. ആ സമയത്താണ് എന്റെ റേഞ്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഫൈസൽ കയറി വന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറയാം. ഞങ്ങൾ പിണറായി വിജയനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ പറയാം. മാജിക്ക് അത് ഓർമ്മയില്ലെങ്കിലും ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം പിണറായി വിജയൻ അധികാരമേൽക്കുന്ന കാലത്ത് ഇവിടുത്തെ ക്രമസമാധാന നില, ഇവിടെ പച്ച വെളിച്ചം എന്ന് പറയുന്ന ഒരു സംഗതി ആണ് കേരള പോലീസിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ PFIക്കാർക്ക് പരിശീലനം നൽകുന്ന ഒരു ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗമൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ നിറഞ്ഞാടിയിരുന്ന ഒരു കാലമാണ്. അതിനെയൊക്കെ പിടിച്ചു കെട്ടുന്നതിൽ പിണറായി വിജയനോട് ഞങ്ങൾക്ക് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് സംശയം? ഇവിടുത്തെ ഈ പറയുന്ന കൊല്ലത്തെ ഒരു DYSP തീവ്രവാദ പരിശീലന ക്യാമ്പ് പരിശോധിക്കാൻ ചെന്നിട്ട് അവിടുത്തെ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് പുള്ളി സഹായം ചെയ്തു കൊടുത്തത്. അതിന്റെ പേരിൽ അന്നത്തെ പോലീസ് പുള്ളീനെ സ്ഥലം മാറ്റി. എങ്ങനെയാണെന്നറിയത്തില്ലേ? അറിയാം. DYSP ആയിരുന്ന മറ്റേ പുള്ളീനെ കോട്ടയത്തേക്ക് പ്രൊമോഷനോടുകൂടി സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത്തരം നിലപാടുകൾ എടുത്തെടുത്ത് നിന്ന് ഇന്ന് ഈരാറ്റുപേട്ടയിൽ സിവിൽ കെട്ടിടം ആന്റി ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു പിണറായി വിജയനെ അത്തരം ഒരു തീവ്രവാദ സംഘത്തിനെ ഒതുക്കാനായിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം ഡീറാഡിക്കലൈസേഷൻ പോലെ ഇത്തരം തീവ്രവാദത്തിനെതിരെ കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവരുന്ന പദ്ധതികൾ മറ്റൊരു സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിലും കൃത്യതയോടും ആർജവത്തോടും നടത്തുന്ന 1,60,000 പേരെ ബോധവൽക്കരണം നടത്തി 550 പേരെ നേരിട്ട് തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു